യൂഷ്വലി ജിമ്മിൽ പോകുന്ന ആരും റൊട്ടേഷണൽ വർക്കൗട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് വന്നിരുന്നു. ആളെ കണ്ട പക്ക നല്ല ഫിസിക്കൽ ഒരാളാണ്. ആ പേഷ്യന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് നല്ല ഷോൾഡർ പെയിൻ ആണ്. ഷോൾഡർ ഡേ ആവണമെന്ന് വരെ ഇല്ല. ഷോൾഡറിനായിട്ടുള്ള വർക്കൗട്ടോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാലോ നല്ല ഷോൾഡറിന് നല്ല പെയിൻ. അങ്ങനെ പേഷ്യന്റ് ഒരു ഓർത്തോനെ കൺസൾട്ട് ചെയ്യുന്നു, MRI എടുക്കുന്നു. MRI എടുത്തപ്പോൾ അതിൽ ഒരു മസിലിന്റെ മുകളിൽ ടയർ ഉണ്ട്. പ്രോസ്പാനിറ്റസ് എന്ന് പറഞ്ഞ മസിലിന്റെ മുകളിൽ ടയർ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു പാർഷ്യൽ ടയർ ആണ്. അപ്പൊ നമ്മള് ആ പേഷ്യന്റ് എന്ത് ചെയ്താ അസസ് ചെയ്തപ്പോൾ മനസ്സിലായി. ആ പേഷ്യന്റിനോട് നമ്മൾ ചോദിച്ചു എന്തൊക്കെയാണ് ഷോൾഡർ വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യല്. അപ്പോൾ ഷോൾഡർ എല്ലാ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എക്സ്റ്റേണൽ റൊട്ടേഷൻ പോലത്തെ വർക്കൗട്ട് ചെയ്യലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇതുവരെ അങ്ങനത്തെ വർക്കൗട്ട് നമ്മൾ ചെയ്തിട്ടില്ല. യൂഷ്വലി ജിമ്മിൽ പോകുന്ന ആരും റൊട്ടേഷണൽ വർക്കൗട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. ഈ ഷോൾഡറിന് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും ഷോൾഡറിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രസ്സും ഫ്രണ്ട് റൈസും ലാറ്റർ റൈസും ഒക്കെ ചെയ്യും, എല്ലാം നല്ല തന്നെ. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ റൊട്ടേഷണൽ മസിൽസിനും കൂടി എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. അപ്പോൾ നമ്മൾ റൊട്ടേഷണൽ മസിൽസ് ട്രെയിൻ ചെയ്തില്ലെങ്കിൽ കൈ ഇങ്ങനെ നേരെ വെക്കാം, എന്ത് ചെയ്യാം, ഒന്ന് പൊന്തിച്ച് നോക്കുക. അപ്പോൾ പൊന്തിക്കുമ്പോൾ എന്തുണ്ടാവുള്ളൂ, നമുക്ക് ഇത്രേ പൊന്തുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പൊന്തണമെങ്കിൽ എന്താവണം, അതിന്റെ ഉള്ളിൽ ഈ ഹെഡ് റൊട്ടേറ്റ് ചെയ്യണം. ഈ റൊട്ടേഷണൽ മസിൽസ് വീക്കായി വരുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബോൺ ഉണ്ട്, പിന്നെ ഹെഡ് ഉണ്ട്, ഇതിന്റെ ഇടയിൽ ഉണ്ടാവണ സ്പേസ് ഉണ്ട്. ആ സ്പേസ് കുറഞ്ഞു തുടങ്ങും. ഈ സ്പേസിന്റെ ഇടയിലാണ് നമ്മളെ ഒരു ടെൻഡൻ, ഒരു സുപ്രാസ്പൈനസ് ടെൻഡൻ ഉള്ളത്. അപ്പോൾ ഈ സ്പേസ് കുറയുമ്പോൾ എന്താവും, ഇതും ഗ്രാജുവലി ആ മസിലിനെ ഹിറ്റ് ചെയ്ത് അവിടെ ഇൻഫ്ലമേഷൻ ആയി, അതൊരു ടെൻഡനൈറ്റിസ് ആയി, പിന്നെ ടെൻഡനോപ്പതി ആയി. അങ്ങനെയാണ് അത് എന്ത് ചെയ്യുക, ഗ്രാജുവലി ടയർ ആയി പോവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടേഷണൽ മസിൽസിനും കൂടി അഡ്രസ് ചെയ്യണം.